എല്ലാവർക്കും കണ്ണൂർ മഹാത്മാ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മോഹനൻ കയൻ, കണ്ണൂർ മഹാത്മാ പ്രിൻസിപ്പളും സാറിന് ഗുരുനാഥൻ സ്റ്റഡി നോട്ട് എഡിറ്ററും. പ്രഭാത ക്ലാസ്സിലൂടെ ഞാൻ ആക്ട് ആൻഡ് റോളിൻ്റെ ഭാഗങ്ങൾ കുറേ പറഞ്ഞു. അത് നല്ല റെസ്പോൺസാണ്. കുട്ടികൾ പലരും അത് നിർത്തരുത് സാറേ, കുറേശ്ശെ ആകുമ്പോൾ അത് തറവാകും. ഇടയിൽ ഈവനിങ് ക്ലാസ്സും കൂടി എടുക്കുമ്പോൾ ഓക്കെ ആവും എല്ലാ മേഖലകളും. അതുപോലെ നമ്മളെ പാർട്ട് 4 അതിൽ തന്നെയാണ് 100% ചോദ്യങ്ങളും വരുന്നത്. അത് വെച്ചിട്ടുള്ള ക്ലാസ്സും ഇനി അടുത്ത ദിവസം ഉണ്ടാകും. വെറും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് ദി കേസസ് ആക്ടിലെ 16 ചാപ്റ്ററാണുള്ളത്. 16 ചാപ്റ്ററും റൂൾ എത്രയുണ്ട്? 15 എണ്ണമാണുള്ളത്. ആ 16 ചാപ്റ്റർ നമ്മൾ മനസ്സിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ആക്ട് നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങും. ചാപ്റ്റർ 1 എന്താണ്? പ്രിലിമിനറിയാണ്. നമ്മളെ ഇപ്പോൾ ഇന്നെല്ലാം ടീച്ചറെല്ലാം വന്നിട്ട് ക്ലാസ് എടുത്തരം പറഞ്ഞ് ഭയങ്കര ഇൻ്റലിജൻ്റായ കുട്ടികളെല്ലാം വളരെ അവർ പരീക്ഷ എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പരീക്ഷ നടത്തുന്നല്ലോ, അതിൽ 80-88 മാർക്കെല്ലാം വാങ്ങുന്നത് ടഫായ ചോദ്യങ്ങൾക്ക് പോലും. അത് കൃത്യമായിട്ട് അവർ അടുത്തതിനെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. തലശ്ശേരി അർബൻ ബാങ്കിലെല്ലാം 4-ൽ 4 നമ്മൾ തന്നെ ആയിരിക്കണം. കഴിഞ്ഞതിനും അങ്ങനെ ആയിരുന്നു. ആ 4 ആളും അവിടെ ജോയിൻ ചെയ്തിട്ടില്ല. 2 പേര് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായി പോയി, 2 പേര് ഒരാൾ ഊരാളുങ്കലുണ്ട്, വേറൊരാൾ വേറൊരു വീടിൻ്റെ അടുത്തുള്ള ബാങ്കിലും പോയി. അന്നേരം ആ ഒഴിവ് നമ്മൾ പിടിച്ചെടുക്കണം അല്ലേ? കോൺകർ ചെയ്യല്ലേ തന്നെയാണ് അത് പഠിച്ചിട്ടെടുക്കുക, വേറെ രീതിയിലൊന്നുമല്ല അല്ലേ? ശരിക്കും പഠിച്ചിട്ട് അതുപോലെ ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ. അന്നേരം ചാപ്റ്റേഴ്സ് എന്തെല്ലാമായിരിക്കും എന്ന് പറഞ്ഞാൽ 16 ചാപ്റ്റർ 1 പ്രിലിമിനറിയാണ്. ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സെക്ഷൻ 3 to 8 വരെ എല്ലാം മനസ്സിൽ വേണം. ചാപ്റ്റർ 3 മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ബുക്ക് പോലെ നമ്മളെ മനസ്സിൽ ബ്രെയിനിൽ ഇത് വെച്ചിട്ടൊരു മാപ്പിംഗ് നടത്തിയിട്ട് അത് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലേക്ക് വരണം. എന്തെല്ലാം അധികാരങ്ങൾ, എന്തെല്ലാം അവകാശങ്ങൾ. ചാപ്റ്റർ 4 മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. യൂട്യൂബിലുണ്ട്. എലക്ഷൻ അല്ലേ? കമ്മിറ്റി. ഫൈനൽ അതോറിറ്റി 27 ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയിൽ വെച്ച് കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നു 28-ൽ. അത് വരുന്നത് 28 1 മുതൽ അങ്ങോളം പോകുന്നുണ്ട്. ബി ഉണ്ട്. അതിൻ്റെ റൂള് വരുമ്പോൾ 35A ഉണ്ട്. അത് അവിടുന്ന് അങ്ങോട്ട് A ഉണ്ട്, B ഉണ്ട്, കുറേ നമ്പേഴ്സ് അതിൽ വരുന്നുണ്ട്. അതെല്ലാം നമ്മളെ മനസ്സിൽ വേണം. അതുകൊണ്ട് യൂട്യൂബിൽ നിന്നും എലക്ഷൻ ഒന്നും കൂടി എടുത്ത് എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക. ചാപ്റ്റർ 5 പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രത്യേക അവകാശങ്ങളുണ്ട് സംഘങ്ങൾക്ക് അല്ലേ? എന്തെല്ലാം അവകാശമുണ്ട്? അതെല്ലാം ഫസ്റ്റ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഗഹാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ കുറേ അവകാശങ്ങളുണ്ട്. ചാപ്റ്റർ 6 സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. എപ്പോൾ വരുന്നൊരു ചോദ്യം വരും? 42 മുതൽ. ഗോർവാലിയാണ് പറഞ്ഞത്. ഗോർവാല കമ്മിറ്റിയാണ് പറഞ്ഞത് ഗവൺമെൻറ് സഹകരണ സംഘങ്ങളിൽ അംഗമാവണം, ഷെയർ എടുക്കണം. അത് വരുന്നത് 42 മുതൽ അങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും. ചാപ്റ്റർ 7 പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ 56ഉം 57ലെല്ലാം എങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അതെല്ലാം പഠിച്ചു വെച്ചേക്കുക. ചാപ്റ്റർ 8 ഓഡിറ്റാണ്. സെക്ഷൻ 63, 64, റൂൾ 64. ചാപ്റ്റർ 9 സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടാണ്. യൂട്യൂബിലുണ്ട്. പലപ്പോഴും ഞാൻ വൈകുന്നേരങ്ങളിൽ ഇടുന്നതാണ്. തർക്കം. ആരെല്ലാം തമ്മിൽ തർക്കം ഉണ്ടാവാം. മോണിറ്ററി ആരാണ് കേൾക്കുന്നത്, നോൺ മോണിറ്ററി ആരാണ് കേൾക്കുന്നത്. 69-70 എല്ലാം പിന്നെ ആർബിട്രേഷൻ കോർട്ട്, 81 ട്രിബ്യൂണൽ, റിവിഷൻ റിവ്യൂ, ആ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാവണം. ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ഓർ ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? സൃഷ്ടിക്കുന്ന ആൾക്ക് തന്നെ അതിനെ സംഹരിക്കാനുള്ള അധികാരമുണ്ട് ആവശ്യം വന്നാൽ. അത് 71-ലുണ്ട് വൈൻഡിങ് അപ്പ്, 72-ലുണ്ട് ഉദ്യോഗസ്ഥന പോസ്റ്റ് ചെയ്യൽ, ലിക്വിഡേറ്റർ പോസ്റ്റ് ചെയ്യൽ, 73 സെക്ഷൻ 73 അതിൻ്റെ നടപടിക്രമങ്ങൾ, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവാണ്. ചാപ്റ്റർ 10 ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ചാപ്റ്റർ 10B സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദർ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അതെല്ലാം ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ആ ചാപ്റ്ററിലാണ് പറയുന്നത്. ചാപ്റ്റർ 10Cയിലാണ് പുതുതായിട്ട് ചേർത്താണ് സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ അമാൽഗമേഷൻ ത്രൂ ട്രാൻസ്ഫർ ടു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ജില്ലാ ബാങ്കിൻ്റെ അസറ്റും ലയബിലിറ്റിയും DCB ലയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 10C ചാപ്റ്റർ അതിലാണ് 74 അച്ചലം വരുന്നത് അല്ലേ? ചാപ്റ്റർ 11 എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ്, ഡിക്രീസ്, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് ആണ്. ചാപ്റ്റർ 12 എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. സെക്ഷൻ 81 മുതൽ. ചാപ്റ്റർ 13 അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ ആണ്. ചാപ്റ്റർ 14 കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. ആ ഭാഗമാണ് ഞാനിന്ന് പറയുന്നത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആദ്യം പറയും, പിന്നീട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കൂടി പറയും. അതിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം വരുന്നതാണ്. ചിലപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കും. 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ.
അതിൻ്റെ ഉള്ളിലേക്ക് ചട്ടത്തിലേക്കെല്ലാം കടന്നും ചോദ്യം വരും. ചാപ്റ്റർ 15 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആണ് അല്ലേ, കുറ്റവും അതിനുള്ള ശിക്ഷയും. ചാപ്റ്റർ 16 മിസ്സലേനിയസ് ആണ്, 16 ചാപ്റ്റർ. എന്നാൽ റൂൾ എത്രയുണ്ട്? റൂള് 15 ചാപ്റ്റർ ഉണ്ട്. 110 സെക്ഷനും 201 റൂളും. സാധാരണത്തിലെ അനൗദ്യോഗിക നേതൃത്വം, നോൺ ഒഫീഷ്യൽ ലീഡർഷിപ്പ്, അത് നമ്മളുടെ അടുത്ത് വരുമ്പോൾ സെക്ഷൻ 88 സെക്ഷൻ 89 ആണ്. സെക്ഷൻ 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സെക്ഷൻ 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഔദ്യോഗിക നേതൃത്വവും അനൗദ്യോഗിക നേതൃത്വവും തമ്മിലുള്ള വ്യത്യാസം. ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ അവർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവർ സൂപ്പറാനുവേഷൻ റിട്ടയർമെൻറ്റ് പീരീഡ് വരെ അവിടെ ഉണ്ടാവും. അതാണ് ബേസിക് ആയിട്ടുള്ള അവരുടെ കാര്യം. രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഇൻസ്പെക്ടേഴ്സ്, ബാങ്കിലുള്ളതാണെങ്കിൽ സെക്രട്ടറി, ഇവരെല്ലാം ഒഫീഷ്യൽ ലീഡർഷിപ്പാണ്. എന്നാൽ ബാങ്കിലെ ഭരണസമിതി, അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഭരണസമിതി, അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഭരണസമിതി, അവരെല്ലാം ശമ്പളം പറ്റുന്നവരല്ല. അവർക്ക് പ്രസിഡൻറ്റ് ഓണറേറിയം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സിറ്റിംഗ് ഫീയും. അവർ 5 വർഷത്തേക്ക് എലക്റ്റഡ് ആയിരിക്കും, അല്ലെ മറ്റു രീതിയിൽ വരുന്നവരായിരിക്കും. അതാണ് ഈ വ്യത്യാസം. അന്നേരം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അനൗദ്യോഗിക നേതൃത്വം ഏതാണ്? സഹകരണത്തെ വികസിപ്പിക്കുക, സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം അവരുടെ ഉദ്ദേശം. ഓർഗനൈസ്, എഡ്യൂക്കേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് കോപ്പറേറ്റീവ് ഐഡിയൽസ്. അതിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വരുന്നതാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സെക്ഷൻ 88 ആണത്. അതിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ വരുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിൽ വരുന്നതാണ് NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അഖില ലോകതലത്തിൽ വരുന്നതാണ് ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അല്ലേ. ഇവിടെ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവൽ, താലൂക്ക് ലെവലിലുള്ള സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ. അത് നമ്മൾ വിചാരിക്കും അത്രയല്ലേ ഉള്ളൂ, 88 വട്ടം പഠിച്ചെടുക്കാമെന്ന്. അങ്ങനെയല്ല, ധാരാളം കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചോദ്യം വരുന്നത്. മിക്കവാറും ഇപ്പോൾ 4 ചോദ്യങ്ങളിലെ ഈ ഭാഗത്ത് നിന്ന് വരുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുക, 2 മാർക്കാണ്. ഏതെല്ലാം സെക്ഷനാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനായിട്ട് ബന്ധപ്പെട്ടത്? പറയൂ, നമ്മുടെ സീനിയേഴ്സിന് പറയാൻ പറ്റണം. സെക്ഷൻ 88 ഉണ്ട്. 4 സർക്കിൾ വരഞ്ഞു കഴിഞ്ഞാൽ 88 കിട്ടും. സെക്ഷൻ 88 ഉണ്ട്. 88A ഉണ്ട്, 88B ഉണ്ട്, 88C ഉണ്ട്. അതിൻ്റെ റൂളാണ് റൂൾ 126 മുതൽ 146 വരെയുണ്ട്. 88 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ദിസ് സെക്ഷൻ 5 സബ്സെക്ഷൻസ് അല്ലേ. ഇതിന് 5 സബ്സെക്ഷൻ ഉണ്ട്. ഏതെല്ലാണെന്ന് നോക്കുക. സർക്കിൾ സഹകരണ യൂണിയൻ, ഫോർമേഷൻ ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആരാണ് ഫോം ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലേ. എന്നിട്ട് അതിലുള്ള മെമ്പേഴ്സ് ആരെല്ലാം എങ്ങനെ വരിക? സർക്കിളിൻ്റെ പരിധിയിൽ എഫിലിയേറ്റ് ചെയ്യപ്പെട്ട സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന 7 അംഗങ്ങൾ. സർക്കിളിൻ്റെ പരിധിയിൽ എഫിലിയേറ്റ് ചെയ്ത സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 അംഗങ്ങൾ. ഒരു വനിതാ മെമ്പർ. സർക്കിളിലെ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിയിൽ നിന്നും വനിതാ മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതാ മെമ്പർ. എന്നാൽ ബാങ്കിലെ വനിതാ മെമ്പർ 3 ആളുണ്ടാവുമല്ലോ ഒരു ബാങ്കിൽ. ഇവിടെ സർക്കിളിൽ ഒരു വനിതാ മെമ്പർ. അതുപോലെ തന്നെ ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഒരു മെമ്പർ. അതും ബാങ്കിൻ്റെ ഭരണസമിതിയിൽ നിന്ന് സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയിൽ എലക്റ്റഡ് ആയിട്ടുള്ള SC/ST മെമ്പേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് അവർ വരിക. പിന്നെ 2 പേര് എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. വാട്ട് ഈസ് എക്സ് ഒഫീഷ്യോ മെമ്പർ? ഔദ്യോഗിക പദവിയിലൂടെ വരുന്നവരാണ്. അത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലാണ്. അദ്ദേഹമാണ് സെക്രട്ടറി ആയിട്ട് വരിക, ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്. മറ്റൊന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അദ്ദേഹം ഇതിന് പുറമേ എന്തും കൂടിയുണ്ട്, ഇതിൻ്റെ ഇലക്ഷൻ്റെ ആറവും കൂടി അദ്ദേഹമായിരിക്കും, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കും. ഇതാണ് 1 ABCDEF ഒരു വരുന്നത്. 2 പറയുന്നത് സർക്കിൾ സഹകരണ യൂണിയനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ ഒഴികെയുള്ള അംഗങ്ങളിൽ നിന്നും അതിലൊരാളെ ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു. അന്നേരം എക്സ് ഒഫീഷ്യോ മെമ്പറിന് ഇതിൽ വോട്ടിംഗ് ഇല്ല, അവർക്ക് ഇത് മത്സരിക്കാൻ പറ്റില്ല. എക്സ് ഒഫീഷ്യോ മെമ്പറിന് സർക്കിൾ സഹകരണ യൂണിയനിലെ എക്സ് ഒഫീഷ്യോ മെമ്പറിന് ചെയർമാനായിട്ട് മത്സരിക്കാൻ പറ്റില്ല. അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിൻ്റെ ഔദ്യോഗിക കാലാവധി ഏതായിരിക്കും? അത് ചോദിക്കും. 3 പറയുന്നത് 88 3 സബ്സെക്ഷൻ 3 പറയുന്നത് ദ പീരിയഡ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ടേക്കിംഗ് ചാർജ്. അവർ അധികാരം ഏറ്റെടുത്ത ദിവസം മുതൽ 5 വർഷമായിരിക്കും.
അതിൽ 4 പറയുന്നത് 88-ൽ 4 പറയുന്നത് ഇവർക്ക് എലക്റ്റഡ് മെമ്പർ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് ദി എക്സ് ഒഫീഷ്യൽ മെമ്പർ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് ദി എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. 5-ൽ പറയുന്നത് അവർക്ക് വോട്ടവകാശം ലഭിക്കണമെങ്കിൽ ആർക്ക് ഏത് ബാങ്കിനും അതിലുള്ള എലക്റ്റഡ് മെമ്പേഴ്സിന് വോട്ടവകാശം ലഭിക്കണമെങ്കിൽ ആ സ്ഥാപനം എഫിലിയേറ്റ് ചെയ്തിരിക്കണം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ എഫിലിയേറ്റ് ചെയ്തിരിക്കണം. ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ ഭാഗത്തുനിന്ന്. ഈ ഭാഗത്തുനിന്ന് വരുന്ന ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ അതെല്ലാം നോക്കാം. ദ സെക്ഷൻ റിലേറ്റഡ് വിത്ത് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് സെക്ഷൻ 88 ആണ്. ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ? ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ബൈ ദി പബ്ലിക്കേഷൻ ഇൻ ഗസറ്റ്. The ex-officio member have no right to contest in the post of circle cooperative union. ex-officio മെമ്പറിന് ഏത് പോസ്റ്റിൽ മത്സരിക്കാനുള്ള അവകാശമില്ല. അത് ചെയർമാൻ്റെ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവകാശമില്ല. ചെയർമാൻ. ഹൂ ഈസ് ദി സെക്രട്ടറി ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ? അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ആണ്. ദ ഓഫീസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഇൻ എവിടെയായിരിക്കും? ഇൻ ദി നിയർ ബൈ ഓഫീസ് ഇൻ ഓർ നിയർ ബൈ ഓഫ് ദി AR ഓഫീസ്. അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും. അടുത്ത ചോദ്യം, ഹു ഇസ് ദി RO ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഇലക്ഷൻ? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ്റെ RO ആരായിരിക്കും? റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ദാറ്റ് താലൂക്കാണ്. നോർമലി ദ ഏരിയ ഓപ്പറേഷൻ ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഏതായിരിക്കും? താലൂക്കാണ്. വിച്ച് താലൂക്ക് ഹാവ് 2 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ? അത് തലശ്ശേരി താലൂക്കിലാണുള്ളത്. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും. അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് അത് തറവാക്കി വെക്കുക. അത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്ഷൻ 88-ൽ 1-ൽ ABCDEF വരെ നോക്കുക, പിന്നെ 2, 3, 4, 5 വരെ നോക്കുക. എഫിലിയേറ്റ് ചെയ്ത സംഘങ്ങൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരിക്കും. 5-ാമത്തേൽ പറയാണ്. അടുത്ത സെക്ഷൻ 88A ആണ്. 88A എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഓഫീസർ ഓൺ ഡിഫോൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രവർത്തനത്തിൽ ഡിഫോൾട്ട് വീഴ്ച വരുത്തുകയോ അതിൽ ബോധപൂർവമായി അതിനെ അവഗണിക്കുകയോ ചെയ്താൽ അതിന് പകരമായിട്ട് രജിസ്ട്രാർക്ക് ആരെ മാറ്റിയിട്ട് എലക്റ്റഡായി ബോഡിയെ മാറ്റിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വെക്കാം. അന്നേരം ഈ പവർ ആർക്കാണ്? 88A പ്രകാരം അപ്പോയിൻറ്റ് ആൻ ഓഫീസർ who has the power to appoint an officer on the negligence of the circle cooperative union members. Registrar has the power. Answer അതാണ്. What are the conditions for the removal of the elected member? ഏതെല്ലാണ്? ബോധപൂർവമായ വീഴ്ച വരുത്തുക. 2-ാമത്തെ സർക്കിൾ സാറിന് യൂണിയൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക. 3-ാമത്തേത് നിയമപരമായി രജിസ്ട്രാറോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആവശ്യപ്പെടുന്ന കാര്യം യൂണിയൻ ചെയ്യാതിരിക്കുക. അന്നേരം അവരെ മാറ്റിയിട്ട് പിന്നെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്യാം, രജിസ്ട്രാർക്ക് പോസ്റ്റ് ചെയ്യാം. ദ പീരിയഡ് ഓഫ് ദാറ്റ് ഓഫീസർ ഈസ് നോർമലി ഡാഷ് പീരിയഡ്. എത്രയായിരിക്കും? 6 months ആണ്. ഇഫ് നീഡഡ് ദ പീരിയഡ് മേ ബി എക്സ്റ്റെൻഡഡ് അപ് ടു മാക്സിമം എത്രയാണ്? മാക്സിമം 1 year ആണ്. ഓർ കമ്മിങ് ഓഫ് ദ ന്യൂ കമ്മിറ്റി അല്ലേ, ടേക്കിംഗ് ചാർജ് ഓഫ് ദ ന്യൂ കമ്മിറ്റി, അതുവരെയാണ് അവരുടെ പീരിയഡ്. അന്നേരം ഇത് ഒഴിഞ്ഞു കൊടുക്കണം. അന്നേരം ഇത്രയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കുകയാണ്. ഏതാണ്? 88A എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഡിഫോൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 88B. എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. വാട്ട് ആർ ദി കണ്ടീഷൻസ്? ഒന്ന് 5 year ടേം ആണെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ഇടയിൽ പുതിയ അവരുടെ പീരീഡ് കഴിയുമ്പോൾ ടേക്കൺ ചാർജ് മുതൽ 5 വർഷം കഴിഞ്ഞിട്ടും പുതിയ കമ്മിറ്റി വന്നിട്ടില്ലെങ്കിൽ ഓഫീസറെ പോസ്റ്റ് ചെയ്യാം, രജിസ്ട്രാർക്ക്. മറ്റൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ രാജിവെച്ചിട്ട് കോറം തികയുന്നില്ലെങ്കിൽ. വാട്ട് ഈസ് കോറം? കോറം ഓഫ് എ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, കോറം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു മീറ്റിങ്ങിലെ തീരുമാനം സാധുവാവാൻ വേണ്ട മിനിമം അംഗസംഖ്യയാണ് കോറം അല്ലേ. അത് സാധാരണത്തിൽ വരുമ്പം ജസ്റ്റ് അബവ് 50% ആണ് വരിക എവിടെയും. അന്നേരം ആ കോറം തികയുന്നില്ലെങ്കിൽ പിന്നെ ജസ്റ്റ് അബവ് 50%. അത് തികയാത്ത രീതിയിൽ കുറേ ആൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ കമ്മിറ്റി പോവും. അന്നേരം രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 88B പ്രകാരം ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കോറം തികയാതെ വരിക. മറ്റൊന്ന് മറ്റ് വിധത്തിൽ ഒഴിവ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാം. യോഗം ചേരാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ, കമ്മിറ്റി പിന്നെ എലക്റ്റഡ് ആണെങ്കിലും യോഗം ചേരാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ യോഗം അവർക്ക് ചേരാൻ പറ്റുന്നില്ല, എത്ര പീരീഡിലേക്ക്, പിന്നെ 6 മാസം സർക്കിൾ സഹകരണ യൂണിയൻ അതിൻ്റെ സാധാരണ യോഗം ചേരാൻ പരാജയപ്പെട്ടാലും അവരെ പിരിച്ചുവിട്ടിട്ട് അവിടെ ഓഫീസറെ പോസ്റ്റ് ചെയ്യാം. 6 മന്ത്സ് 6 മാസം നിരന്തരമായിട്ട് അവിടെ യോഗം ചേരുന്നതിൽ പരാജയപ്പെട്ടാൽ ഈ കണ്ടീഷനിലെല്ലാം സെക്ഷൻ 88B വരിക. അത് ഓർമ്മിക്കാം. എന്നിട്ട് യൂണിയൻ ഓഫീസിൽ പ്രവേശിക്കുന്നതിന് പരാജയപ്പെട്ടാലും അല്ലേ, ചിലപ്പോൾ എലക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് അവർക്ക് സ്ഥാനം ഏറ്റെടുക്കാൻ പരാജയപ്പെടാതെ വരും. പൊളിറ്റിക്കലാണ് അല്ലേ, അടിപിടിയും കാര്യങ്ങളും അതിൽ കിട്ടുന്ന വോട്ടും കാര്യങ്ങളും എല്ലാം ഭീഷണി, കുറേ ആൾ രാജി, ഇതെല്ലാം കൊണ്ടുവരാം. പരാജയപ്പെട്ട് കഴിഞ്ഞാലും വരാം. എന്നിട്ട് അതിൻ്റെ പീരീഡ് എത്രയാണ്? 6 മാസം തന്നെയാണ്. സാധാരണഗതിയിൽ 6 മാസമാണ് കാലാവധി. രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നീട്ടി പരമാവധി 1 വർഷം വരെ നീട്ടി കൊടുക്കാം. ഏതുവരെ? ഏതാണ് ആദ്യം വരുന്നത്, പുതിയ കമ്മിറ്റി വരുന്നതോ അല്ലെങ്കിൽ 1 ഇയറോ, ഏതാണ് ആദ്യം വരുന്നത് അതുവരെ അവർക്ക് നീട്ടി കൊടുക്കാം. ഇതാണ് നമ്മുടെ 88B, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ദിസ് ഈസ് സ്റ്റേറ്റഡ് ഇൻ സെക്ഷൻ, ഡയറക്റ്റായിട്ട് ചോദിക്കാം, സെക്ഷൻ 88B. What are the conditions for the appointing such an officer? Who appoint him? Appoint the officer. Registrar ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലേ. അത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിൽ നിങ്ങൾ തന്നെ ചോദ്യം ഉണ്ടാക്കിയിട്ട് മനസ്സുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതെല്ലാം നല്ലത്. ഇപ്പോൾ നമ്മുടെ അടുത്തെല്ലാം തലശ്ശേരിയിലും കണ്ണൂരെല്ലാം കാണുന്നതെന്ന് വെച്ചാൽ പുതിയ കുട്ടികൾ വളരെ എന്താ അർത്ഥം, ബ്ലോട്ടിങ് ടൈപ്പാണ്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ വായിച്ചെടുക്കുന്നുണ്ട്. കോൺഫിഡൻസ് ആണ്. കിട്ടില്ലേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ മാഷ എന്തായാലും കിട്ടും ഇപ്രാവശ്യം. ആ രീതിയിൽ കുട്ടികൾ കോൺഫിഡൻ്റായി മാറി അല്ലേ. ആ രീതിയിൽ എല്ലാവരും മാറണം. നമ്മൾ ഓൺലൈനിലുള്ള കുട്ടികൾ മാറണം. ഓക്കെ, അടുത്തത് റിമൂവൽ ഓഫ് ചെയർമാൻ ഓർ എനി കമ്മിറ്റി മെമ്പേഴ്സ്. അത് പറയുന്ന സെക്ഷൻ 88C ആണ്. അതിൻ്റെ ചെയർമാനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. ഡയറക്റ്റായിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് റിമൂവൽ ഓഫ് ദി ചെയർമാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾ ഇനി റൂളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിളിനെ കുറിച്ച് പറയുന്ന റൂള് 126 ആണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്ന റൂൾ 127 ആണ്. അതിൽ പറയുന്നത് അതിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഓഫീസ് ഓഫ് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ് ഇൻ ദി ഓഫീസ് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ 127 പറഞ്ഞാണ്. എലിജിബിലിറ്റി ടു വോട്ട് ഇൻ ദി ഇലക്ഷൻ പറയുന്നത് റൂൾ 128 ആണ്. അതിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അതെങ്ങനെയാണ് അവർ ആർക്കെല്ലാം വോട്ടവകാശം നോക്കുക. സർക്കിളിലെയും സഹകരണ സംഘങ്ങളുടെ ഇടയിൽ നിന്നും ആ കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ 7 പേർ താഴെ പറയുന്ന രീതിയിൽ വരികയാണ്. ആ സർക്കിളിലുള്ള സഹകരണ സംഘങ്ങളിലെ ബോർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 7 പേര്. അതെങ്ങനെയല്ലായിരിക്കും എന്ന് പറയാം. സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള പ്രാഥമിക വായ്പാ സംഘങ്ങളിൽ നിന്നും 4 പേര്, രജിസ്ട്രാറുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള പ്രാഥമിക വായ്പാ സംഘങ്ങൾ ഒഴികെയുള്ള സംഘങ്ങളിൽ നിന്നും 1 ആൾ, ക്ഷീരസംഘങ്ങളിലെ മത്സ്യസഹകരണ സംഘങ്ങളിൽ നിന്നും 1 മെമ്പർ, വ്യവസായ സഹകരണ സംഘങ്ങളിൽ നിന്നും 1 അംഗം, അങ്ങനെ മൊത്തം 7 പേര്. DCBയിൽ നിന്ന് ജില്ലാ ബാങ്കിൻ്റെ പ്രതിനിധി വരും, പക്ഷേ അതിപ്പോഴില്ല. എന്നാലും ആക്ടിൽ മാറ്റം വരുത്തിയിട്ടില്ല, അത് ഓർമ്മിക്കാം. പിന്നെ പ്രാഥമിക വായ്പാ മൊത്തം ജീവനക്കാരുടെ പ്രതിനിധി എത്ര പേര് ഇതിൽ വരും? നമ്മൾ സർക്കിളിൽ 2 പേരാണ് വരിക. ഒന്ന് വായ്പാ സംഘങ്ങളുടെ കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാരുടെ പ്രതിനിധി, ഒന്ന് കമ്മിറ്റിയിൽ നിന്നല്ല, ആ ഏരിയയിലുള്ള സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രാഥമിക വായ്പാ സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ.
ആ പ്രദേശത്തെ മറ്റ് സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ. അങ്ങനെ ജീവനക്കാരുടെ പ്രതിനിധികൾ 2 പേരെ വരിക. അടുത്ത സർക്കിൾ സഹകരണ യൂണിയനിലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് റൂൾ 129 റൂൾ 129 ഇലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, റൂൾ 129. അതിലുള്ള ചില വ്യത്യാസങ്ങൾ സാധാരണ നമ്മളെ അതേ എലക്ഷൻ, ബാങ്കിൻ്റെ എലക്ഷൻ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. എലക്ഷന് അതിൻ്റെ 6 വ്യത്യാസമുണ്ട്. 6 ആരായിരിക്കും? അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ AD, അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ആ താലൂക്കിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കും റിട്ടേണിംഗ് ഓഫീസർ. ഇതിൻ്റെ കാലാവധി കഴിയുന്നതിന്, ബോർഡിൻ്റെ കാലാവധി കഴിയുന്ന 60 ദിവസം മുമ്പേ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള തീയതി, സമയം, സ്ഥലം എന്നിവ തീരുമാനിച്ച് 7 ദിവസത്തിനുള്ളിൽ അത് ആർക്ക് അയച്ചു കൊടുക്കണം? ഒരാഴ്ചക്കകം രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് രജിസ്ട്രാർക്കും ഭരണാധികാരിക്കും അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സംഘം ജീവനക്കാരുടെ ലിസ്റ്റ്, അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ്, ഇതെല്ലാം ആ തീരുമാനം അയച്ചു കൊടുക്കുന്നതിൻ്റെ അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിനകം രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. പ്രവർത്തന വ്യാപ്തിയുള്ള ഒരു സംഘം ഒന്നിലധികം താലൂക്കിലെ ഏരിയ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ, അവിടെ സർക്കിളിലെ ഏരിയ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ഏത് സർക്കിളിൽ പെടുന്നു തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് അതിൻ്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സർക്കിളിലായിരിക്കും അതിന് പ്രാതിനിധ്യം ലഭിക്കുക. എലക്ഷൻ തീരുമാനിക്കുന്നതിന് എലക്ഷൻ ഡേറ്റിൻ്റെ 30 ദിവസത്തിന് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. എന്നിട്ട് 3 ദിവസം കൊടുത്തിട്ട് അതിലെന്ന് വല്ല പരാതി ഉണ്ടെങ്കിൽ അത് അറിയിച്ചിട്ട് അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് 25 ദിവസത്തിനുള്ളിൽ, എലക്ഷൻ്റെ 25 ദിവസത്തിനുള്ളിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. അത് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കോപ്പി എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിക്കും. കോസ്റ്റ് ഉണ്ട് അതിന്. ആ വില നിർണ്ണയിക്കുന്നത് സർക്കിൾ സഹകരണ യൂണിയനാണ്. ഏത് ഓഫീസിൽ നിന്ന് ലഭിക്കും? സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിൽ നിന്ന് ലഭിക്കും. ആരിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെക്രട്ടറിയിൽ നിന്നാണ് ലഭിക്കുക. സെക്രട്ടറി ആരാണ്? സർക്കിൾ സഹകരണ യൂണിയൻ്റെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലാണ്. കൗണ്ടിങ് ഓഫ് വോട്ട്സിനെ കുറിച്ച് പറയുന്ന റൂള് 130. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ എലക്ഷനെ കുറിച്ച് പറയുന്ന റൂള് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ 129. അതെല്ലാം ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ്. 129 സർക്കിൾ സഹകരണ യൂണിയൻ്റെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, റൂൾ 129. എന്നാൽ റൂൾ 128 എന്താണ്? എലിജിബിലിറ്റി ടു വോട്ട് ഇൻ ദി ഇലക്ഷൻ. റൂൾ 130 കൗണ്ടിങ് ഓഫ് വോട്ട്സ്. റൂൾ 131 റിജക്ഷൻ ഓഫ് ബാലറ്റ് പേപ്പർ. റൂൾ 132 അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്. ആ റൂളാണ് പ്രഖ്യാപിക്കുന്നത്, അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്. കസ്റ്റഡി ഓഫ് ദ ബാലറ്റ് പേപ്പർ ആഫ്റ്റർ ദ പോൾ. റൂൾ 133. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ആരാണ് ഹു ഈസ് ദ അതോറിറ്റി ടു കീപ്പ് ദ എലക്ഷൻ മെറ്റീരിയൽസ് ആഫ്റ്റർ ദ പോൾ? അത് യൂണിയൻ സെക്രട്ടറിയാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. യൂണിയൻ സെക്രട്ടറി ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് തീയതി മുതൽ എത്ര പീരീഡ് കീപ്പ് ചെയ്യണം? 3 months ആണ്. ഇഫ് ദർ ഇസ് നോട്ട് ഡിസ്പ്യൂട്ട് റിഗാർഡിങ് ദി ഇലക്ഷൻ. അല്ല, ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എപ്പോഴും രജിസ്ട്രാർക്കാണ് പോവുക. ആ ഡിസ്പ്യൂട്ട് ഇല്ലെങ്കിൽ അത് സർക്കിളിൻ്റേത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വരുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് പോകും. അവിടെ ഡിസ്പ്യൂട്ട് ഇല്ലെങ്കിൽ 3 മാസം ആരെ സൂക്ഷിക്കണം? യൂണിയൻ സെക്രട്ടറി സൂക്ഷിക്കണം. ബാലറ്റ് പേപ്പറും യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എലക്ഷൻ മെറ്റീരിയൽസ്. അത് റൂൾ 133. അത് ഈ കാര്യം അവിടെ ഓർമ്മിക്കേണ്ട കാര്യമുള്ളൂ. ഹു ഈസ് ദ അതോറിറ്റി, എത്ര പീരീഡ്? 3 months ആണ്. അടുത്ത അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലാണ് യൂണിയൻ സെക്രട്ടറി. പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ദ ഇലക്ഷൻ പറയുന്ന റൂൾ 134. ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ROനുണ്ട്. പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഇൻ സർട്ടൺ കണ്ടീഷനാണ്. കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇലക്ഷൻ നീട്ടിവെക്കാം. ഡിസ്ക്വാളിഫിക്കേഷൻ ടു വോട്ട് പറയുന്നത് റൂൾ 135. റൂൾ 135 ഡിസ്ക്വാളിഫിക്കേഷൻ ടു വോട്ട്. സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനൊരു വ്യക്തി
അയാൾ പ്രതിനിധീകരിക്കുന്ന സംഘത്തിൻ്റെ ഭരണസമിതി അംഗം ആയിരിക്കണം, അല്ലെങ്കിൽ വോട്ട് ഡിസ്ക്വാളിഫിക്കേഷനാണ്. ജീവനക്കാരൻ്റെ കാര്യത്തിൽ അയാൾ ശമ്പളം പറ്റുന്ന മുഴുവൻ സമയം ജീവനക്കാരനായിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലിടാം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് വോട്ടവകാശം ഉണ്ടാവും. 135 റൂൾ 135. റൂൾ 136 പറയുന്നത് ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ഇലക്ഷൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഇലക്ഷൻ്റെ ഡിസ്പ്യൂട്ട് ആർക്ക് കൊടുക്കണം? സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു തർക്കവും രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. അതാണ് പറയുന്നത്, ഓർമ്മിക്കുക. റെസിഗ്നേഷൻ ഓഫ് ദ മെമ്പർമാർക്ക് ഏത് സമയത്തും റിസൈൻ ചെയ്യാം. റെസിഗ്നേഷൻ ചട്ടം 137 പറയുന്നത്. രാജി ആർക്കാണ് കൊടുക്കേണ്ടത്? രാജിക്കത്ത് യൂണിയൻ സെക്രട്ടറിയുടെ പേരിൽ അയക്കുക. അദ്ദേഹം 15 ദിവസത്തിന് ശേഷം അംഗം അത് പിൻവലിച്ചില്ലെങ്കിൽ യൂണിയൻ്റെ അടുത്ത മീറ്റിങ്ങിൽ അത് സമർപ്പിക്കണം. രാജിക്കത്ത് തീയതി മുതൽ 45 ദിവസം തികയുന്നതോടെ അല്ലെങ്കിൽ രാജി അംഗീകരിക്കുമ്പോഴോ ആ റെസിഗ്നേഷൻ നിലവിൽ വരും. അന്നേരം ആ കാര്യമാണ് അത് പറയുന്നത്. റൂൾ 137 റെസിഗ്നേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ആർക്കാണ് കൊടുക്കേണ്ടത്? യൂണിയൻ സെക്രട്ടറിക്കാണ്. രാജിക്കത്ത് യൂണിയൻ സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത്. സെക്രട്ടറി അത് കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസം വരെ അയാൾ പിൻവലിക്കുന്നുണ്ടോ നോക്കും. 15 ദിവസത്തിന് ശേഷം അടുത്ത മീറ്റിങ്ങിൽ അത് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ രാജി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തെങ്കിലും അത് മാക്സിമം എത്ര ദിവസം വരെ നിൽക്കും? 45 ദിവസം കഴിഞ്ഞാൽ അയാൾ റിസൈൻ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും. റിസൈൻ ചെയ്ത് ഇതായിട്ട് കണക്കാക്കും. ഓക്കെ. ഇടക്കാല ഒഴിവ് ഫില്ലിംഗ് ഓഫ് ദ ഇൻട്രീം വേക്കൻസീസ് റൂൾ 138. അത് എലക്ഷനിലൂടെ നികത്തണം. ഇവിടെ അതാണ്, എലക്ഷനിലൂടെ നികത്തണം. ഡിഫറൻസ് ഞാൻ വേറെ തന്നെ പറഞ്ഞുതരാം. ബാങ്കിൻ്റെ കേസും ഇവിടുത്തെ കേസും അത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് സാറിന് കൊടുക്കുന്നത് അതിന് 4 വേണ്ടിയിട്ട് നമ്മൾ വളരെ പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട്. 20 വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതും കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമാവും. ഫില്ലിംഗ് ഓഫ് ദ അത് വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കും. ഫില്ലിംഗ് ഓഫ് ദ ഇൻട്രീം വേക്കൻസീസ് ബൈ എലക്ഷനാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ദ ഫങ്ഷൻസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ റൂൾ 139. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഓർഗനൈസ്, എഡ്യൂക്കേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ്, അതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത് പിന്നെ 5 ഫങ്ഷനായിട്ട് ഉണ്ട്. ദ ഫങ്ഷൻസ് റൂൾ 139 പ്രകാരം 5 ഫങ്ഷനാണ്. സർക്കിളിലെ സഹകരണ സംഘങ്ങൾ രൂപീകരണത്തിന് പൊതുവായ സഹായം കൊടുക്കുക, ഓർഗനൈസ് ചെയ്യുക. സഹകരണ സംഘം സഹകരണം പ്രചരണം നടത്തുക, അല്ലെ, പ്രൊപ്പഗേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. സംഘങ്ങൾ രജിസ്ട്രേഷൻ, ബൈലോ ഭേദഗതി, രജിസ്ട്രേഷൻ, സംഘങ്ങളുടെ സംയോജനം, വിഭജനം, കമ്മിറ്റി പിരിച്ചുവിടൽ, സംഘം നിർത്തൽ ചെയ്യൽ തുടങ്ങിയ കാര്യത്തിൽ ഒപ്പീനിയൻ രജിസ്ട്രാർക്ക് കൊടുക്കുക. പൊതു താൽപ്പര്യമുള്ള കാര്യങ്ങൾ പരിഹരിക്കുകയും സർക്കിളിൻ്റെ പ്രാഥമിക സംഘങ്ങളെ സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. രജിസ്ട്രാറോ സംസ്ഥാന സഹകരണ യൂണിയനോ ഏൽപ്പിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെ മൊത്തം വരുമ്പോൾ 5 പ്രവർത്തനങ്ങളുണ്ട്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫണ്ട് പറയുന്നത് റൂൾ 140. 4 തരത്തിലാണ് ഫണ്ട്. അതെപ്പോഴും ചോദിക്കാറുണ്ട്. ഫണ്ട്സ് ഓഫ് പെടുന്ന ഇത് അത് ഓർമ്മിക്കുക. 4 തരം. 1 സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നുള്ള ഗ്രാൻറ്റുകൾ, 2 സംസ്ഥാന സഹകരണ യൂണിയനിൽ നിന്നുള്ള ഗ്രാൻറ്റുകൾ, 3 സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ഗ്രാൻറ്റുകൾ, 4 മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ. ഇതാണ് ഇതിൻ്റെ ഫണ്ട്സ് ഓഫ് സർക്കിൾ സഹകരണ യൂണിയൻ റൂൾ 140. ദി മാനേജ്മെൻറ്റ് ഓഫ് ദ യൂണിയൻ, യൂണിയൻ്റെ ഭരണം പറയുന്നത് റൂൾ 141. അത് പറയുന്നത് യൂണിയൻ കമ്മിറ്റിയിൽ അംഗങ്ങൾ എക്സ് ഒഫീഷ്യോ മെമ്പർ ഒഴികെയുള്ളവരിൽ നിന്നും ഒരാളെ ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മീറ്റിംഗ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ റൂള് 142. അത് കുറഞ്ഞത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്ന് പറയുന്നുണ്ട്. ആ രീതിയിലാണ് ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നത്. പിന്നെ വൺസ് ഇൻ എ മന്ത് അവർ യോഗം ചേർന്നിരിക്കണം യൂണിയൻ. അറിയിപ്പ് സെക്രട്ടറിയാണ് നൽകേണ്ടത്, അതും ചോദിക്കാം. അതിൽ യൂണിയൻ മെമ്പേഴ്സിന് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്രട്ടറി ലെറ്റർ നൽകണം. യോഗം ചേരുന്നതിന് കുറഞ്ഞത് 3 ദിവസത്തെ നോട്ടീസ് കൊടുക്കേണ്ടതാണ്. 3 days നോട്ടീസാണ്, ശ്രദ്ധിക്കുക.
യോഗം ചേരുന്നതിന് 3 ദിവസത്തെ നോട്ടീസ്, മുമ്പ് 3 ദിവസത്തെ നോട്ടീസ് സെക്രട്ടറി മെമ്പറിനെ അറിയിച്ചിരിക്കണം. അതും ചോദിക്കാം മാം. പിന്നെ അതിൻ്റെ കോറം 8 ആണ് അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ അധ്യക്ഷം വഹിക്കുന്ന ചെയർമാനോ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അധ്യക്ഷനായിട്ട് വരിക. അധ്യക്ഷന് തീരുമാനം എടുക്കുന്നതിൽ തുല്യ വോട്ട് വരികയാണെങ്കിൽ അധ്യക്ഷന് സെക്കൻഡ് വോട്ട് ഉണ്ടാവും. അതിനാണ് കാസ്റ്റിംഗ് വോട്ട് ഉണ്ടെന്നും പറയുന്നുണ്ട്. യൂണിയൻ്റെ എല്ലാ തീരുമാനങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. അതിൽ ഹാജരായ എല്ലാ അംഗങ്ങളും ഒപ്പുവെക്കണം. ഇതാണ് ചട്ടത്ത് പറഞ്ഞത്. ചട്ടം 142 മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അതിൽ കാര്യമായ പോയിൻറ്റ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. ദി ടെർമിനേഷൻ ഓഫ് ദ മെമ്പർഷിപ്പ്, എങ്ങനെ അംഗത്തെ നീക്കം ചെയ്യാം? ചട്ടം 143 പറയുന്നത്. ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്, തുടർച്ചയായി 3 യോഗങ്ങളിൽ ഒരംഗം ഹാജരായിട്ടില്ലെങ്കിൽ അയാളെ നീക്കം ചെയ്യാം. പിന്നീട് അയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൊടുക്കുകയാണ് അയാൾക്ക് ഹിയർ ചെയ്യാനായിട്ട്. അയാൾ കേട്ടിട്ട് അയാൾ പറയുന്ന കാര്യം ശരിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പുനഃപ്രവേശിപ്പിക്കാം. തുടർച്ചയായ 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. സർക്കിൾ സഹകരണ യൂണിയനിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘത്തിൻ്റെ കമ്മിറ്റി അംഗം അയാൾ പ്രതിനിധീകരിക്കുന്ന സംഘത്തിൻ്റെ കമ്മിറ്റിയിലെ അംഗമല്ലാതാകുമ്പോൾ അയോഗ്യനാവും, ടെർമിനേഷൻ വരും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഒരു ബാങ്കിൻ്റെ കാലാവധി 5 വർഷമല്ലേ. 5 വർഷത്തിലെ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സർക്കിളിൻ്റെ പ്രതിനിധിയായിട്ട് ആൾ വരുന്നത്. എന്നാൽ 2 കൊല്ലം കഴിയുമ്പോൾ ആൾ പുറത്തേക്ക് പോകും, ബാങ്കിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് പോകും. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും, അംഗത്വം അവസാനിപ്പിക്കേണ്ടി വരും. ചട്ടം 143 പ്രകാരം. ഒരു സംഘത്തിലെ ജീവനക്കാരന് അയാൾ ശമ്പളം പറ്റുന്ന മുഴുവൻ സമയം ജീവനക്കാരനല്ല എങ്കിലും അംഗത്വം നഷ്ടപ്പെടും. ജീവനക്കാരന് രണ്ട് പ്രതിനിധി വരുന്നെന്ന് പറഞ്ഞല്ലോ, അവർ പെർമനൻ്റ് സ്റ്റാഫായിരിക്കണം. അതാണ് ചട്ടം 143 പറയുന്നത്. എന്നാൽ ചട്ടം 144 എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി ഓഫീസ് ബെയറേഴ്സ്. ഇതിൻ്റെ ഭാരവാഹികളുടെ ചുമതലകളും അവരുടെ അധികാരങ്ങളും പറയാണ്. ചെയർമാൻ്റെ അധികാരം, ചെയർമാൻ്റെ കൺട്രോള്, ആ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഓഫീസ് ബെയറേഴ്സ്. അത് പറയുന്നത് റൂൾ 144. എന്നാൽ റൂൾ 144A എന്താണ്? റിമൂവൽ ഓഫ് ദ ചെയർമാൻ ഓഫ് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. എപ്പോഴും ചോദിക്കുന്നതാണ് 144A. റിമൂവൽ ഓഫ് ദ ചെയർമാൻ ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. അത് ഭൂരിപക്ഷം ആൾക്കാർ, സർക്കിളിലെ ആ കമ്മിറ്റി അംഗങ്ങൾ ഒരു പ്രമേയത്തിൽ ഒപ്പിട്ടിട്ട് അത് നേരിട്ടിട്ട് ഒരു അപേക്ഷയായിട്ട് രജിസ്ട്രാർക്ക് എത്തിക്കുക. രജിസ്ട്രാർ അത് കൈപ്പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രാർ 30 ദിവസത്തിനുള്ളിൽ ഒരു ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യണം. എന്നിട്ട് അതിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടും. ഇതാണ് പറയുന്നത് റൂൾ 144A. റിമൂവൽ ഓഫ് ചെയർമാൻ ഓഫ് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. റൂൾ 144 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോക്കുക. റിമൂവൽ ഓഫ് ദ ചെയർമാൻ ഓഫ് ദി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ അല്ലേ. അത് ആ പ്രമേയം അവതരിപ്പിക്കുമ്പം കമ്മിറ്റിയിലുള്ള ഭൂരിപക്ഷം ആൾക്കാർ പ്രമേയത്തിൽ ഒപ്പിട്ടിരിക്കണം. അതിൽ ഒപ്പിട്ട് 2 പേർ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ട് നേരിട്ട് രജിസ്ട്രാർക്ക് ഇത് കൊടുക്കണം. രജിസ്ട്രാർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇതിൽ ഈ ചർച്ച, അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നതിനായിട്ട് നിയമിക്കും, പ്രിസൈഡിങ് ഓഫീസറായിട്ട്. രജിസ്ട്രാർക്ക് ഈ നോൺ കോൺഫിഡൻസ് മോഷൻ്റെ അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ, അപേക്ഷ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസർ ചെയ്യേണ്ട ഒരു കാര്യം, അവിശ്വാസ ചർച്ചയിൽ കുറിച്ചുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയാൻ പാടില്ല. അതിൽ സമയവും മീറ്റിങ്ങിൻ്റെ ദിവസവും കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് എല്ലാ മെമ്പർമാർക്കും 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം. ആ 7 ഡേയ്സാണ്, അത് ഓർമ്മിക്കുക. 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം. പിന്നീട് മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ വരെ മെമ്പർമാർക്ക് വരാനുള്ള സാവകാശം കൊടുക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടും അതിൽ കോറം തികയുന്ന മെമ്പർമാർ ഇല്ലെങ്കിൽ ആ മീറ്റിംഗ് നടത്താൻ പറ്റില്ല.
അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആരെയും പ്രവേശിപ്പിക്കാൻ പറ്റില്ല, അതാണ് അതിൻ്റെ അർത്ഥം. കോറം തികയുന്നില്ലെങ്കിൽ അത് മീറ്റിംഗ് നടക്കില്ല. അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. 10 മണിക്കാണ് 10:30 വരെ വെയിറ്റ് ചെയ്യും. പിന്നീട് മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് ഒരു കാരണവശാലും നോൺ കോൺഫിഡൻസ് മോഷൻ മീറ്റിംഗ് ഒരു കാരണവശാലും പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. എലക്ഷൻ നീട്ടിവെക്കാലോ, നോൺ കോൺഫിഡൻസ് മോഷൻ മീറ്റിംഗ് ഒരു കാരണവശാലും നീട്ടിവെക്കാൻ പാടില്ല. അടിപിടിയല്ല, കത്തിക്കുത്തല്ല, എന്തുണ്ടായാലും അത് മാറ്റിവെക്കില്ല. അവിശ്വാസ പ്രമേയം. എന്നിട്ട് അത് അവിശ്വാസ പ്രമേയത്തിൽ ഭൂരിപക്ഷം ആൾക്ക് അതിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രമേയം പാസ്സാവുകയാണ്. പ്രമേയം പാസ്സായാൽ പ്രസിഡൻറ്റ് അല്ല ചെയർമാൻ അവിടെ രാജിവെക്കണം. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ രജിസ്ട്രാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യും. അദ്ദേഹത്തെ നീക്കം ചെയ്തതായിട്ട് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇതാണ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ പരാജയപ്പെട്ടാൽ 2 കാരണം കൊണ്ട് പരാജയപ്പെടും. കോറം ഇല്ലേ പരാജയപ്പെടും, മറ്റൊന്ന് ഭൂരിപക്ഷം ഇല്ലേ പരാജയപ്പെടും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് മാത്രമേ മറ്റേ നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റൂ. ഒരു പ്രസിഡൻ്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞേ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റും. ഈ കാര്യമെല്ലാം ഓർമ്മിക്കുക. അതെല്ലാം ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ബജറ്റ് പറയുന്നത് റൂൾ 145 ബജറ്റിനെ കുറിച്ച് പറയുന്നത്. റൂൾ 145 ബജറ്റ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ റൂൾ 145. ബജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ എൻസ്യൂയിങ് ഇയർ. അതല്ല പറയുന്നത്. 144 കഴിഞ്ഞിട്ട് 145 ബജറ്റ്. അടുത്തത് 146 വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. 146 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡ്യൂട്ടീസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫങ്ഷൻസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. എന്നിട്ട് റൂളിൽ വീണ്ടും 2 എണ്ണം കൂടി കൂട്ടിച്ചേർത്തു, യൂണിയൻ്റെ കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ചാൽ രജിസ്ട്രാർ സമർപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച യൂണിയൻ്റെ അഭിപ്രായം 15 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഏതിൻ്റെ എല്ലാം? പുതിയ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ബൈലോ അമെൻമെൻറ്റ്, അമാൾഗമേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അഭിപ്രായം കൊടുക്കണം 15 ദിവസത്തിനുള്ളിൽ. മറ്റൊന്ന് യൂണിയൻ അംഗങ്ങൾ അവരിൽ നിന്നും ഒരു പ്രതിനിധിയെ സംസ്ഥാന സഹകരണ യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കണം. അതും മറ്റൊരു ആവശ്യമാണ്. എന്നാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലെ ആക്റ്റും റൂളും. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ 3-4 പ്രാവശ്യം ഈ ഓഡിയോ കേൾക്കുക, സംശയമുള്ളവർ വിളിച്ച് ചോദിക്കുക. അന്നേരം അതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. 1-2 മാർക്കിനാണ് മലയാളം 5 സ്റ്റെപ്പുള്ള ഒരു ബാങ്കാന്ന് വെച്ചോ. അതിൽ 4ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. ആത്മഹത്യ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 20-ലധികം ആൾക്കാരുണ്ട്. അങ്ങനെ 2 മാർക്ക് 1 മാർക്കിന് നഷ്ടപ്പെട്ടവർ അല്ലേ. അവർ 2 ചോദ്യം ശരിയാക്കിയാൽ മതി, അവർ ബാങ്കിലേക്ക് കയറും. അന്നേരം ആ ഒരു സിറ്റുവേഷൻ ഇനി വരാൻ പാടില്ല. നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ബാങ്കിലേക്ക് കയറുക. താങ്ക് യു വെരി മച്ച്. ഞാൻ കണ്ണൂർ ഓഫീസിൽ നിന്ന് ഇനിയും ഇറങ്ങിയിട്ടില്ല. ഓഫീസിൽ വെച്ചാണ് ഈ ഓഡിയോ എടുക്കുന്നത്. എങ്ങനെയെങ്കിലും കുട്ടികൾ 1-2 മാർക്ക് അധികം കിട്ടട്ടെ, എല്ലാവരും ബാങ്ക് കയറട്ടെ. ഇന്ന് ഞാൻ തലശ്ശേരി എത്തുമ്പോൾ തലശ്ശേരിയിൽ പറഞ്ഞു, അവിടുത്തെ റൂറൽ ബാങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് തലശ്ശേരിയിൽ പഠിച്ചതന്നെ അല്ലേ. അങ്ങനെ എവിടെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെ 4 പേർക്ക് പോസ്റ്റിംഗ് കിട്ടിയാണ്. 3 ആൾ അവിടുന്ന് വിട്ടുപോയി. ഓക്കെ, ഇൻസ്പെക്ടറായിട്ട് ഒരാളും വിട്ടു അവിടുന്ന്. എന്നാൽ എല്ലാ ബാങ്കുകളിലും ഇതേ അവസ്ഥയാണ്. അഞ്ചരക്കണ്ടി ബാങ്കിൽ 8 പേര് കയറി, ഇനിയിപ്പം 3 പേരാണ് അവിടെ ഉള്ളത്. ഇനി ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാം, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആൻസർ വീട്ടിൽ നിന്ന് പറഞ്ഞു, നിങ്ങളെ വീടല്ല ഒച്ചത്ത് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡൺ ബൈ ഗവൺമെൻറ് ത്രൂ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ദിസ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ഡാഷ് സെക്ഷൻ. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 88. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഡിഫോൾട്ട് on negligence of members of Circle Cooperative Union is stated in section 88A, which is section related with the appointment of the officer on failure to constitute the Circle Cooperative Union. ഏതാണ് ആ സെക്ഷൻ? സെക്ഷൻ 88B. Removal of the chairman of the Circle Cooperative Union is stated in dash section. ഏതാണ്? സെക്ഷൻ 88C ആണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ റൂൾ 126 ആൻഡ് ആസ് പെർ റൂൾ 127
The office of the circle cooperative union is dash with a common seal. 127 പറയുന്നുണ്ട് റൂളിൽ. അതിൻ്റെ ഓഫീസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡാഷ് വിത്ത് എ കോമൺ സീൽ. ഏതാണ്? ഇൻ ദി ഓഫീസ് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ. ആൻസർ. വിച്ച് റൂൾ സ്റ്റേറ്റ്സ് അബൌട്ട് ദ എലിജിബിലിറ്റി ടു വോട്ട് ഇൻ ദി ഇലക്ഷൻ ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ? ഏതാണ് റൂള്? റൂൾ 128. Election of the members of the circle cooperative union is stated in dash rule. Rule 129. Who is the returning officer of the circle cooperative union election and he or she is appointed by the registrar? ആരാണ് ആറോ? അസിസ്റ്റൻ്റ് ഡയറക്ടർ AD of that താലൂക്ക്. ഓഫ് താലൂക്ക് ഓർ സർക്കിൾ. സർക്കിളാണ് കറക്റ്റ് അല്ലേ? ചില താലൂക്കിൽ 2 സർക്കിൾ ഉണ്ടല്ലോ. ഓഫ് ദാറ്റ് സർക്കിൾ. കൗണ്ടിങ് ഓഫ് വോട്ട്സ് ഇൻ ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് യൂണിയൻ എലക്ഷൻ ഈസ് സ്റ്റേറ്റഡ് ഇൻ റൂൾ 130 ആൻഡ് റിജക്ഷൻ ഓഫ് ദ ബാലറ്റ് പേപ്പർ ഇൻ റൂൾ 131. വിച്ച് റൂൾ സ്റ്റേറ്റ്സ് അബൌട്ട് ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്? ഏതാണ് റൂള്? പറയൂ. റൂൾ 132. കസ്റ്റഡി ഓഫ് ദ ബാലറ്റ് പേപ്പർ ആഫ്റ്റർ വോട്ടിംഗ്. And as per rule 133, who is authorized to keep the ballot paper and the election material for a period of 3 months if there is no pending dispute regarding the election? ആരുടെ കസ്റ്റഡിയിലുണ്ടാവുക? 3 മാസം. എന്നിട്ട് നശിപ്പിക്കാൻ പാടുള്ളൂ കേസൊന്നും ഇല്ലെങ്കിൽ. ആരുടെ കസ്റ്റഡിയിൽ അവർ? യൂണിയൻ സെക്രട്ടറി. ആരാണ് യൂണിയൻ സെക്രട്ടറി? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അസിസ്റ്റന്റ് രജിസ്ട്രാർ. Election dispute regarding the circle cooperative union as per rule 136 is filed within 30 days of the election. ആരുടെ മുമ്പിലാണ് ഡിസ്പ്യൂട്ട് കൊടുക്കേണ്ടത്? ഇലക്ഷൻ ഡിസ്പ്യൂട്ട്, തർക്കത്തിനുള്ള പരാതി ബിഫോർ ദ രജിസ്ട്രാർ ആണ്. റിട്ടേണിംഗ് ഓഫീസർ ഹാവ് ദ പവർ ടു പോസ്റ്റ്പോൺ ദ ഇലക്ഷൻ ഇൻ സർട്ടൺ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ഡാഷ് റൂൾ. ഏതാണ് റൂള്? റൂൾ 134. Disqualification to vote in circle cooperative union is stated in dash rule. ഏതാണ് റൂള്? ഡിസ്ക്വാളിഫിക്കേഷൻ. റൂൾ 135. Returning officer has the power to postpone the election in certain situation is stated in rule 134 ആണ്. Resignation of the members of circle cooperative union is stated in rule 137 and filling of the interim vacancy is stated in dash rule. Filling of the interim vacancy പറയുന്ന rule 138 by election തന്നെ പറയുന്നുണ്ട്. Circle cooperative union's functions are stated in rule 139. which section deals about the funds of circle cooperative union? which section അല്ല, which rules deals about the functions of a circle cooperative union? rule 140 ആണ്. as per rule 140, which are the funds of circle cooperative union? ഏതെല്ലാം? 4 ഫണ്ടുകളാണ്. ഗ്രാൻഡ് ഫ്രം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, ഗ്രാൻഡ് ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്, ഡൊണേഷൻ ഫ്രം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് അത് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. എല്ലാത്തിൽ നിന്നുമാണ്, എല്ലാം അതിൻ്റെ ഫണ്ടിൽ പെടുകയാണ്. ആസ് പെർ സെക്ഷൻ 88 the management of the union vests with the committee. This is also stated in rule 41. The ex officio member of the union, assistant registrar general, assistant director of that taluk have no right to dash. ഈ 2 എക്സ് ഓഫീഷ്യോ മെമ്പറിന് എന്ത് അവകാശമില്ല എന്ന് പറയുന്നുണ്ട് ഈ റൂളിൽ. റൂൾ 141 എന്ത് അവകാശമില്ല? ദി കണ്ടസ്റ്റ് ഇൻ ദി ഇലക്ഷൻ ഓഫ് ചെയർമാൻ.
Rule 142 states that a meeting of the Circle Cooperative Union shall be held at least a dash in a month. At least once in a month. അത് ചോദിച്ചിട്ടുണ്ട്. Once in a month. Termination of the membership in the Circle Cooperative Union is stated in dash rule. Rule 143 ആണ്. Duties and powers of the office bearers of the Circle Cooperative Union is stated in Rule 144. Removal of the chairman on non-confidence of the Circle Cooperative Union by non-confidence motion is stated in dash rule. Rule 144A ആണ്. The presiding officer appointed by the registrar for conducting the non-confidence motion within dash on the receipt of the non-confidence motion signed by members half of the members and the two members verified it. The period is 30 days ആണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ the presiding officer appointed by registrar for conducting the non-confidence motion shall be conducted within 30 days on the receipt of the motion. 30 ദിവസത്തിനുള്ളിലായിരിക്കണം എന്ന് പറയുന്നത്. അതിൽ ആരെല്ലാം ഒപ്പിട്ടിരിക്കണം? പകുതിയിൽ കൂടുതൽ കമ്മിറ്റി മെമ്പർ ഒപ്പിട്ടിരിക്കണം. 2 പേർ അതിനെ ഓതറൈസ് ചെയ്തിരിക്കുകയും വേണം. നേരിട്ട് കൊടുക്കുകയും വേണം. അത് ഓർമ്മിക്കുക. എപ്പം ചോദിക്കുന്നതാണ് 140 ദി പ്രിസൈഡിങ് ഓഫീസർ പറയുന്ന റൂള് 144A നോൺ കോൺഫിഡൻസ് മോഷൻ. ആസ് പെർ റൂൾ 145A, എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗൻസ്റ്റ് ദ ചെയർമാൻ ഈസ് നോട്ട് പെർമിസിബിൾ ഫോർ ഡാഷ് മന്ത്സ് ഓൺ ടേക്കിംഗ് ചാർജ് ആസ് ചെയർമാൻ. എത്ര പീരീഡാണ്? ഒരു മോഷൻ പരാജയപ്പെട്ടാലോ ഒരു പുതിയ ചെയർമാൻ വന്നാലോ 6 മാസം കഴിഞ്ഞേ പുതിയ മോഷൻ കൊണ്ടുവരാൻ പറ്റൂ. 6 months ആണ്. Budget of the Circle Cooperative Union is stated in Rule 145 and the duties of the Circle Cooperative Union is again stated in dash rule. Rule 146 and as per the rule, one representative shall be elected as the member of the State Cooperative Union. അടുത്ത area of the Circle Cooperative Union is a taluk. Among the following, which taluk have 2 circle? എവിടെയാണ് ഫോളോയിങ് പറയേണ്ട? തലശ്ശേരിയിലാണ് അല്ലേ? കൂത്തുപറമ്പിലുണ്ട്, തലശ്ശേരിയിലുണ്ട്. 2 സർക്കിൾ ഉണ്ട് അവിടെ ഒരു താലൂക്കിൽ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ദി ഹയസ്റ്റ് സ്റ്റേറ്റ് ലെവൽ നോൺ ഒഫീഷ്യൽ ലീഡർഷിപ്പ് ഇൻ കേരള, വിച്ച് ഇസ് ദ ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷൻ ഇൻ ദിസ് റിഗാർഡ്. അത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. ഗ്രാസ് റൂട്ട് ലെവൽ നോൺ ഒഫീഷ്യൽ ലീഡർഷിപ്പ്. Organize, educate and propagate the cooperative idea are the basic functions of dash. ആരുടെ ഫങ്ഷൻസ് ആണ്? അത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫംഗ്ഷനാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫംഗ്ഷനാണ്,